ഗ്യാൻവാബി കേസിൽ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി തള്ളി അലഹബാദ് ഹൈക്കോടതി. ഗ്യാൻവാബിയിൽ ആരാധനാലയ നിയമം തടസ്സമല്ലെന്നും വാരണാസിയിലെ ഗ്യാൻവാബി പള്ളി സമുച്ചയത്തിൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്ന ഹർജി ആരാധനാലയ നിയമത്തിന് വിരുദ്ധമല്ലെന്നും അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, എന്തൊക്കെയാണ് ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കിയ മറ്റു കാര്യങ്ങൾ? സിജു, ഗ്യാൻവാബി മസ്ജിദിൽ നിത്യപൂജയും ആരാധനയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 5 ഹിന്ദു സ്ത്രീകൾ വാരണാസി ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഈ 1991 ആരാധനാലയ നിയമം ബാധകമല്ലെന്നും ഹിന്ദുക്കളെ അവിടെ പ്രാർത്ഥന നടത്താൻ അനുവദിക്കണമെന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ ജില്ലാ കോടതിയിൽ വാദിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ആരാധന നടത്താൻ അവിടെ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മസ്ജിദ് കമ്മിറ്റി ഇതിനെതിരെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതുപോലെ അവിടെ സർവേ നടത്താൻ അനുവദിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ ഇത്തരത്തിൽ ഈ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ മസ്ജിദ് കമ്മിറ്റി നൽകിയ 5 ഹർജികളും ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഗ്യാൻവാബിയിൽ ആരാധനാലയ നിയമത്തിന് തടസ്സമല്ല, വാരണാസിയിലെ ഗ്യാൻവാബി പള്ളി സമുച്ചയത്തിൽ ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്ന ഹർജി ആരാധനാലയ നിയമത്തിന് വിരുദ്ധമല്ല എന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു വിഭാഗം നൽകിയിരിക്കുന്ന ഹർജി നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ 6 മാസത്തിനുള്ളിൽ വിചാരണ കോടതി ഹർജി തീർപ്പാക്കണമെന്നും വീണ്ടും സർവേ നടത്തണമെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേക്ക് അനുവദിക്കണം, അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പ് സർവേ നടത്താമെന്നും കൂടി ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സർവേ പൂർത്തിയാക്കി. ഏകദേശം 2 മാസത്തോളം നീണ്ട സർവേ പൂർത്തിയാക്കിയിട്ട് ഇന്നലെ വാരണാസി ജില്ലാ കോടതിയിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് ഈ ഹിന്ദു വിഭാഗവും അതുപോലെ തന്നെ മസ്ജിദ് കമ്മിറ്റിയും അതിന്റെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ മാസം 21-നകം ഇരുവിഭാഗങ്ങളുടെയും കക്ഷികൾക്ക് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മസ്ജിദ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച ഹർജികളെല്ലാം ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പകരം ഈ ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി നിലനിൽക്കും, ആരാധനാലയ നിയമം അവിടെ തടസ്സമല്ല എന്നാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു അയോധ്യ ക്ഷേത്ര വിധി നമുക്ക് മുന്നിലുണ്ട്. സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ മസ്ജിദ് കമ്മിറ്റി നൽകിയ 5 ഹർജികൾ തള്ളുകയും ഹിന്ദു വിഭാഗം സമർപ്പിച്ച ഹർജികൾ നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു ആരാധനാലയം നിർമ്മിക്കുന്നതിനുള്ള ഒരു ഉറപ്പ് എന്ന തരത്തിൽ തന്നെ അവരത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിരിക്കാം ഒരുപക്ഷെ ഹിന്ദു വിഭാഗം. ഏതായാലും നിലവിൽ മസ്ജിദ് കമ്മിറ്റിക്ക് ഇതൊരു തിരിച്ചടി തന്നെയാണ്. ആ 5 ഹർജികൾ ഏതൊക്കെയാണ്? മറ്റ് നിലവിൽ 4 ഹർജികൾ എന്തൊക്കെയാണ് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ നിലവിൽ? സിജു, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുള്ള നിലവിലെ കാര്യത്തിൽ ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അവിടെ ആരാധന നടത്താൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ 1991 ആരാധനാലയ നിയമം അവിടെ ബാധകമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മസ്ജിദ് കമ്മിറ്റി അവിടെ പ്രധാനമായിട്ടും ഒരു ഹർജി സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ഗ്യാൻവാബി മസ്ജിദ് അല്ലെന്നും സ്വത്തുക്കൾ ആദി വിശ്വേശ്വർ ദേവന്റെ ആണെന്നുമാണ് ഈ 5 ഹിന്ദു സ്ത്രീകൾ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. എന്നാൽ അതങ്ങനെ അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഹിന്ദുക്കളെ അവിടെ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് പോകരുത് എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മസ്ജിദ് കമ്മിറ്റി അവിടെ ഹർജിയൊക്കെ സമർപ്പിച്ചിരുന്നത്. എന്തായാലും മസ്ജിദ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കാരണം ഇത് ആരാധനാലയം അവിടെ തടസ്സമല്ല, ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെടുന്ന ഹർജി നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും സർവേ നടത്തണമെങ്കിൽ അവിടെ സർവേ നടത്താമെന്ന് വ്യക്തമാക്കുന്നു. കാരണം നേരത്തെ ഇത്തരത്തിൽ വാരണാസി ജില്ലാ കോടതി ജൂലൈയിലാണ് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സർവേ നടത്താം എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മസ്ജിദ് കമ്മിറ്റിയുടെ 5 ഹർജികളും ഹൈക്കോടതി തള്ളിയിരിക്കുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങളാണ് ജിൽബി നൽകിയത്. ഇപ്പോൾ മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ വീണ്ടും നിരോധനാജ്ഞ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 2 മാസത്തേക്കാണ് നിരോധനാജ്ഞ എന്ന പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇനിയും വരാം.